പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ ജോബ്സ് വ്ളോഗ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് നമ്മുടെ തൃശ്ശൂരിലെ പൂമല ഡാമിലേക്കാണ്. ജൂൺ മാസത്തിലെ മഴയുള്ള ഒരു നല്ല ദിവസം. ഞങ്ങളുടെ നാട് കാറളം എന്ന് പറയും. ഇവിടെയുമുണ്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡാം. അതിൻ്റെ പേര് ഇല്ലിക്കൽ ഡാം എന്നാണ്. പോകും വഴി ഈ ഡാമിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ജലസേചനത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ പണിതീർത്ത ഒരു ഡാമാണിത്. ഇരുചക്ര വാഹനങ്ങൾക്കും കഷ്ടിച്ച് മുച്ചക്ര വാഹനങ്ങൾക്കും കടന്നു പോകാവുന്ന ഒരു ചെറിയ ഡാം. നല്ല ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ഈ ഡാമിൻ്റെ പരിസരം. ജൂൺ മാസത്തിലെ ശക്തമായ മഴയിൽ പുഴ നിറഞ്ഞൊഴുകുകയാണ്. ഇന്ന് പ്ലാൻ ചെയ്യുന്നത് ഒരു മഴ യാത്രയാണ്. പൂമല ഡാം, വാഴാനി ഡാം, പിന്നെ വട്ടായി വെള്ളച്ചാട്ടം, ഇതൊക്കെയാണ് ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ. തൃശ്ശൂരിൽ നിന്നും വടക്കോട്ട് പോകുമ്പോൾ കാണാവുന്ന മനോഹരമായ സ്ഥലങ്ങളാണ് ഇവയൊക്കെ തന്നെ. ഇതിൻ്റെ പരിസരത്ത് തന്നെയാണ് നമ്മുടെ ചെപ്പാറ, അതുപോലെ തന്നെ പത്താഴക്കുണ്ട് ഡാമൊക്കെ ഉള്ളത്. ഒറ്റ ദിവസം കൊണ്ട് കറങ്ങി വരാവുന്ന സ്ഥലങ്ങളാണ് ഇവയൊക്കെ. പത്താഴക്കുണ്ട് ഡാമും ചെപ്പാറയും നേരത്തെ തന്നെ പോയി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് നേരിട്ട് പോകുന്നത് പൂമല ഡാമിലേക്കാണ്. മനോഹരമായ പൂമല ഡാമിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. തൃശ്ശൂരിലെ പുഴയ്ക്കൽ ബ്ലോക്കിൽ മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി 1968 ഇത് കമ്മീഷൻ ചെയ്തത്. പിന്നീട് 2010 അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനാണ് ഇത് ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ഒഫീഷ്യലായിട്ട് ഇത് ഡെസിഗ്നേഷൻ ചെയ്തത്. അപ്പോൾ പൂമല ഡാമിലാണ് നമ്മളിപ്പോൾ കേട്ടോ. പൂമല ഡാം ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വലിയ ഡാമൊന്നുമല്ല, ഒരു ചെറിയ ഡാമാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് വെള്ളം. ഇപ്പോൾ ഇത്രയും മഴ പെയ്ത ഒരു സമയമായിട്ട് കൂടി ഇത്ര വലുപ്പമൊക്കെ ഉള്ളൂ കാണാനായിട്ട്. മനോഹരമാണ്, കുഴപ്പമൊന്നുമില്ല, ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ളൊരു വലിയ ഡാമിൻ്റെ പ്രതീതിയൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നോക്കിയാലേ അങ്ങ് അകലെയായിട്ട് ഒരു പള്ളിയുടെ തലപ്പ് കാണുന്നുണ്ട്. അത് ഏത് പള്ളിയുടെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താഴെ വെള്ളം ഒഴുകിപ്പോകുന്ന ഒരു സ്റ്റെപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇവിടെ നിന്ന് കാണാവുന്ന ഒരു കാഴ്ച. ഷട്ടർ അല്പം തുറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര മനോഹരമായ കാഴ്ച കാണാൻ കഴിയുന്നത്. എന്ത് ഭംഗിയാണല്ലേ! ഈ വെള്ളം കുത്തി ഒഴുകുന്നത് ഇപ്പുറത്ത് വലിയൊരു കാട്ട് പ്രദേശത്തേക്കാണ്. കൊടും കാട് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഏരിയയാണിത്. ഇതിനകത്ത് റബ്ബർ കൃഷിയൊക്കെ ഉണ്ട്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ ഒരു വലിയ കാട്ടിലേക്ക് കടന്ന് കയറുന്നത് പോലെയാണ് നമ്മൾക്ക് തോന്നുക. ഇവിടെ ഇങ്ങോട്ട് താഴോട്ട് വഴിയുണ്ട് കേട്ടോ. വള്ളിപ്പറപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വഴിയുണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം തന്നെയാണെന്നാണ് തോന്നുന്നത്. വഴി കാണുന്നുണ്ട് ഇങ്ങോട്ട്. കുറച്ചെന്തെങ്കിലും അങ്ങോട്ട് പോയി നോക്കാം. ഈ വെള്ളം വരുന്നതേ വളരെ താഴ്ചയിലേക്കാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ താഴ്ചയിലേക്കാണ്, നമുക്ക് കാണാൻ പറ്റില്ല കറക്റ്റായിട്ട്. ഇത്രയും താഴ്ചയിലേക്കാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം. മനോഹരമായിട്ട് എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത് റബ്ബറാണ്, റബ്ബർ മരങ്ങൾ ടാപ്പ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ ഈ റബ്ബറുകളൊക്കെ ഉണ്ട്. റബ്ബറൊക്കെ വേണ്ട ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ പോകുന്ന വഴി തന്നെയാണ്. അവിടെ ഒരു വലിയൊരു കല്ലുണ്ട് കേട്ടോ. അവിടെ ഒരു പാറയുണ്ട്, വലിയൊരു പാറയുണ്ട്. ശരിക്കും പറഞ്ഞാൽ തിക്ക് ഫോറസ്റ്റാണ് കേട്ടോ. ഒരു കൊടും കാടിനകത്ത് പെട്ടതുപോലെ തന്നെയാണ് ഇവിടെ കേട്ടോ. ഒരു ഗ്യാപ്പ് പോലും ഇല്ല.
ഇതെവിടെ സഹായിക്കാനായിട്ട് ആകെയുള്ളത് ഈ പാറ മാത്രമാണ്, ഈ വലിയ പാറ. ഈ കൈവരി കെട്ടിയ നടപ്പാതയിലൂടെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ വെള്ളം തുറന്നു വിടുന്ന ഷട്ടറിൻ്റെ അടുത്തേക്ക് എത്തും. ഇവിടെ നിന്നും പോകുന്ന വെള്ളമാണ് അപ്പുറത്ത് നമ്മൾ തട്ടായിട്ട് താഴോട്ട് ഒഴുകിയിറങ്ങുന്ന സുന്ദരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചാറ്റൽ മഴ നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിലും സുന്ദരമായ കാഴ്ചകൾക്ക് ഒട്ടും കുറവില്ല. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസൊന്നുമില്ല. ഡാമിൽ നിന്നും പുറത്ത് കടന്നു കഴിഞ്ഞാൽ ഇതിനോട് ചേർന്ന് 2 സുന്ദരമായ സ്ഥലങ്ങൾ കൂടെയുണ്ട്. ഒന്നാമത്തേത് ഡാമിനോട് ചേർന്നുള്ള ബോട്ടിംഗ് സൗകര്യങ്ങളാണ്. ഇവിടെ കുറച്ച് പെഡൽ ബോട്ടുകളും അതുപോലെ തന്നെ കുത്തുവഞ്ചികളൊക്കെ ലഭ്യമാണ്. ഇവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ആരെയും കണ്ടില്ല. കോൺടാക്റ്റ് ചെയ്യാനുള്ള ടെലിഫോൺ നമ്പറൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ സഹായത്തിന് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിനോട് ചേർന്നുള്ള രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ്. പാർക്ക് എന്ന് പറയുമ്പം പാർക്കിൻ്റെ പേര് നെഹ്റു പാർക്ക് എന്നാണ്. പക്ഷേ ഇവിടെ സ്റ്റാച്യു സ്ഥാപിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടേതാണ്. ഇതിനകത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്. ഈ പാർക്കിന് അപ്പുറമുള്ള ഒരു ഏരിയയുണ്ട്, അവിടെ പ്ലെയിൻ ഏരിയയുണ്ട്. വളരെ മനോഹരമായൊരു സ്ഥലമാണ്. അവിടെ ആളുകൾ വന്ന് ഇരിക്കുകയും സമയം ചെലവഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും തൃശ്ശൂരിൽ നമുക്ക് ഒരു ദിവസം കൊണ്ട് എത്തിപ്പെടാനും സമയം ചെലവഴിക്കാനും കഴിയുന്ന ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് നമ്മുടെ പൂമല ഡാം എന്ന് പറയുന്നത്. ഇനി ഒരു ദിവസം താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇതിനോട് ചേർന്ന് തന്നെ സ്വകാര്യ റിസോർട്ടുകളും അതുപോലെ തന്നെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ഭക്ഷണം കഴിക്കാനായിട്ട് തെറ്റില്ലാത്ത റെസ്റ്റോറൻറ്റൊക്കെ ഇവിടെ അടുത്തുണ്ട്. പൂമലയിൽ നിന്നും നമ്മളിനി പോകുന്നത് വട്ടായി വെള്ളച്ചാട്ടം കാണാനാണ്. മഴക്കാലത്ത് മാത്രം കണ്ടുവരുന്ന ഈ വട്ടായി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിക്ക് ഒരു സുന്ദരമായ കാഴ്ച കൂടി കണ്ടു. അത് ഒരു പള്ളിയുടെ കാഴ്ചയാണ്. തല ഉയർത്തി നിൽക്കുന്ന സുന്ദരമായ പൂമല പള്ളി. പള്ളി അടച്ചിട്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അകത്ത് കയറി നമുക്കൊന്നും കാണാനായിട്ട് കഴിഞ്ഞില്ല. പള്ളിയോട് ചേർന്ന് മാതാവിൻ്റെ സുന്ദരമായ ഒരു ഗ്രോട്ടോയും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വട്ടായി വെള്ളച്ചാട്ടത്തിൻ്റെ അതിസുന്ദരമായ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നിങ്ങളുടെ ജോബ്സ് ട്രാവൽ വ്ളോഗ്.